السلام عليكم ورحمة الله وبركاته. الحمد لله الذي جعل هذا العيد يوم السرور والبهجة وأتم لنا شهر الأجور والبركة والصلاة والسلام على رسول الخير والرحمة وعلى آله وصحبه أهل البر والحسنة. أشهد أن لا إله إلا الله أشهد أن محمدا عبده ورسوله قدوة للأمة. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഏറെ സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ അനുഗ്രഹീത ദിനരാത്രങ്ങളെ പൂർത്തിയാക്കി നാം എല്ലാം ഇന്ന് സന്തോഷത്തിന്റെ ഈദ് ആഘോഷിക്കുകയാണ്. ഈ സന്തോഷ സുദിനത്തിൽ വിശ്വാസികളുടെ ആഘോഷത്തിൽ പങ്കുചേരുന്ന മുഴുവൻ വിശ്വാസ സഹോദരങ്ങൾക്കും എൻ്റെ ഈദ് ആശംസകൾ അറിയിക്കുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഒരു മാസത്തെ നാം ചെയ്ത നമ്മുടെ കർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ. നമ്മൾ ഒരാളെ, നല്ല ഭംഗിയുള്ള ഒരാളെ കാണും, അയാളുടെ ഭംഗിയെക്കുറിച്ച് മറ്റൊരാളോട് നാം സംസാരിക്കുന്നു. ആ സമയത്ത് അയാൾ പറയാണ്, പുറത്ത് കാണാനുള്ള ഭംഗിയുള്ളൂ, ഉള്ളു വളരെ പോക്കാണ്. അയാളുടെ സ്വഭാവവും മനസ്സും വളരെ വികൃതമാണ് എന്ന് പറഞ്ഞാൽ നാം ഒരിക്കലും അയാളുടെ പുറമേനിയുടെ ഭംഗിയെ പരിഗണിക്കുകയില്ല. മനുഷ്യന്റെ സന്തോഷമെന്ന് പറയുന്നത്, മനുഷ്യന്റെ ആഹ്ലാദമെന്ന് പറയുന്നത്, മനുഷ്യന്റെ സമാധാനവും അവന്റെ ജീവിതത്തിന്റെ അലങ്കാരവും ഭംഗിയും എല്ലാം നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്സിന്റെ അകത്താണ്. സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസികളാണ്. നമ്മളുടെ മനസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അലങ്കാരം നൽകിയിട്ടുണ്ട്. നമ്മുടെ മനസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭംഗി നൽകിയിട്ടുണ്ട്. ഏതാണ് അല്ലാഹു വിശ്വാസികളുടെ മനസ്സിന് നൽകിയിട്ടുള്ള ആ ഭംഗിയും അലങ്കാരവും? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിന്റെ 7-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും
പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനോട് നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ടാക്കി തന്നിരിക്കുന്നു. വസയ്യനഹു ഫീ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയത്തിന് മനസ്സിന് ഈമാനിനെ കൊണ്ട് അല്ലാഹ് അലങ്കരിച്ചിരിക്കുന്നു. നമ്മുടെ അലങ്കാരം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിന്റെ ഭംഗി എന്ന് പറയുന്നത് അത് ഈമാനാണ് എന്നാണ്. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു മാസം നമ്മളൊന്ന് പിറകോട്ട് ഓരോ ദിവസങ്ങളിലൂടെ കടന്നുപോയാൽ നമ്മുടെ മനസ്സിന്റെ സന്തോഷം എന്തായിരുന്നു? ഈ ഈമാനുള്ള ജീവിതമാണ് നമ്മെ സന്തോഷിപ്പിച്ചത്. ഈ ഈമാനുള്ള ആളുകൾ അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അവരുടെ ആരാധനാ രീതികളിലും എന്തുണ്ടാകുമോ ആ നന്മകളെയാണ് ഒരു മാസം നമ്മൾ കൊണ്ടു നടന്നത്. അതായിരുന്നു നമ്മുടെ ഹൃദയത്തിന്റെ ഭംഗി എന്ന് പറയുന്നത്. ആ ഭംഗി കൊണ്ടു നടക്കുന്ന ഓരോ മനസ്സിലും 3 കാര്യത്തോട് വെറുപ്പുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതിന്റെ ആ ആയത്തിന്റെ തന്നെ ബാക്കിയിൽ അല്ലാഹു പറഞ്ഞു, വകറഹ ഇലൈകുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. ഈമാൻ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മനസ്സിന് ദൈവനിഷേധത്തോടും വൻ പാപങ്ങളോടും മറ്റു തിന്മകളോടും വെറുപ്പുണ്ടായിരിക്കുമെന്നാണ്. ഇനി നമ്മൾ ജീവിച്ച റമദാനിന്റെ ഒരു മാസം എടുത്താൽ നമ്മൾ വെറുത്തത് എന്തിനെയാണ്? തിന്മകളെയാണ് വെറുത്തത്. തിന്മകളെ വെറുത്ത, പാപങ്ങളെ വെറുത്ത, അരുതായ്മകളെയും ശിർക്കിനെയും കുഫറിനെയും തോന്നിവാസങ്ങളെയും വെറുത്ത ഒരു ജീവിതകാലമാണ് സഹോദരങ്ങളെ നമ്മൾ കഴിച്ചുകൂട്ടിയത്. ഈമാനിനെ സ്നേഹിക്കുന്ന, വിശ്വാസത്തെ ഉൾക്കൊള്ളുന്ന, ഈമാൻ നൽകുന്ന നന്മയുള്ള ജീവിതത്തിന്റെ ഭംഗി ആസ്വദിക്കുകയും തിന്മയുണ്ടാക്കുന്ന മനസ്സിന്റെ ഇരുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തുകൊണ്ടാണ് അൽഹംദുലില്ലാ നമ്മൾ ഈദിന്റെ മുസല്ലയിൽ ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ ഇനി നമുക്കൊരു കാവലുണ്ടാകണം. ആ കാവൽ എന്താണ്? 30 രാപ്പകലുകളിൽ നമ്മുടെ ശത്രുവിനെ അല്ലാഹു ബന്ധിച്ചിട്ടിരുന്നു. നമ്മുടെ ആ ജന്മശത്രുവായ ശൈത്താൻ ബന്ധനസ്ഥനായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം. ആ ബന്ധനം കഴിഞ്ഞ് അവൻ വീണ്ടും നമ്മളെ തേടി വരും. അവൻ നമ്മുടെ മനസ്സിന് വേറെ ചില അലങ്കാരങ്ങൾ ഉണ്ടാക്കി തരും. ആ അലങ്കാരം എന്താണ്? സൂറത്തുൽ ഹിജ്റിന്റെ 39-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി ഫലഉഗ്വിയന്നഹും അജ്മഈൻ. പടച്ചോനെ, നീ എനിക്ക് ലോകാവസാനം വരെ ജീവിക്കാൻ അവസരം തന്നതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ അടുത്ത് ചെന്ന് ദുനിയാവിലെ ജീവിതത്തിലെ ദുഷ്പ്രവൃത്തികൾ ഞാൻ അവർക്ക് അലങ്കാരമാക്കി കൊടുക്കും. സഹോദരങ്ങളെ, ഈ ഈദിന്റെ മുസല്ലയിൽ ഇരുന്ന് നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ശൈത്താൻ തരുന്ന താൽക്കാലിക ഭംഗിയാണോ, ഈമാനിലൂടെ അല്ലാഹു നൽകുന്ന മനസ്സിന്റെ വൃത്തിയും ശുദ്ധിയുമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ശൈത്താൻ കാണിച്ചു തരുന്ന കപടമായ ആസ്വാദനത്തിന്റെ പിറകെ പോകണമെന്നാണോ അല്ലാഹു വിശ്വാസി മനസ്സിന് നൽകിയ ആനന്ദത്തെ, അലങ്കാരത്തെ ഉൾക്കൊണ്ടു പോകണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും ഈ ഈദ് മുസല്ലയിൽ നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, അല്ലാഹുവേ, ഒരു മാസത്തിന്റെ രാവും പകലും നീ ഞങ്ങൾക്ക് നൽകിയ ആ ഭംഗിയിൽ, ആ വൃത്തിയിൽ, ആ ശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് നമ്മൾ പ്രതിജ്ഞയെടുക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. 3 കാര്യം നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ തീർച്ചയായും മനസ്സനുഭവിക്കുന്ന ഈമാനിന്റെ മധുരത്തെ, ഈ ഭംഗിയെ നമുക്ക് നിലനിർത്താനാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യം ഏതെങ്കിലും ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ ഈമാൻ കൊണ്ടുള്ള മധുരം ജീവിതത്തിൽ അനുഭവിക്കാനാകുമെന്നാണ്. മനസ്സിന് സമാധാനം കിട്ടണ 3 കാര്യം, ഈമാൻ കൊണ്ട് മധുരിക്കാനാകുന്ന 3 കാര്യം, ഈമാൻ കൊണ്ട് മനസ്സിന്റെ വൃത്തിയെ നിലനിർത്താനാകുന്ന 3 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കാൻ ആ 3 കാര്യം നമ്മളിൽ ഉണ്ടാകണം. എന്താണത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹു റസൂൽ അല്ലാത്ത എന്തൊക്കെയുണ്ടോ ലോകത്ത്, അതിനേക്കാളെല്ലാം അവൻ ഇഷ്ടം അല്ലാഹുവിനോടും റസൂലിനോടുമായിരിക്കും. രണ്ടാമത്തത്, ലോകത്തേതൊരാളെ അവൻ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അല്ലാഹ്ക്ക് വേണ്ടി അവൻ സ്നേഹിക്കുകയുള്ളൂ. അപ്രകാരം തന്നെ അവൻ വെറുക്കുന്നു കുഫറിലേക്ക്, തോന്നിവാസത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നതിനെ അവൻ വെറുക്കുന്നു. ഏതുപോലെ നരകത്തിൽ എറിയപ്പെടുന്നത് എങ്ങനെ അവൻ വെറുക്കുന്നുണ്ടോ ആ രൂപത്തിൽ
ഹിദായത്ത് കിട്ടിയിട്ട് തെറ്റിപ്പോകുന്നതിന് അവൻ വെറുക്കുകയും ചെയ്യുന്നു. ഈ 3 കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മധുരം അനുഭവിക്കാനാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. അതുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് ഉരുവിട്ട നമ്മൾ പറയണം, അല്ലാഹുവേ, എനിക്ക് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടത് അല്ലാഹും റസൂലുമാണ്. ഈമാനിന്റെ മധുരം കിട്ടും. അല്ലാഹും റസൂലുമാണ് ഈ ദുനിയാവിൽ എനിക്ക് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടത് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മളെങ്കിൽ, സഹോദരങ്ങളെ, ആ അല്ലാഹുക്കും റസൂലിനും എതിര് നിൽക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതം കൊണ്ട് സാധ്യമാവുകയില്ല. ആ പ്രഖ്യാപനം നമ്മൾ നിർവഹിക്കുന്നെങ്കിൽ ആ അല്ലാഹനെ വിട്ട് അല്ലാഹന്റെ പടപ്പുകളെ തേടിപ്പോകുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. അല്ലാഹ് എന്ന് വിളിക്കേണ്ടതിന് പകരം CM മടവൂരിനെയോ മുഹിയുദ്ദീൻ ശൈഖിനെയോ ബദിരീങ്ങളെയോ മമ്പുറന്തങ്ങളെയോ അല്ലാഹന്റെ ഏതെങ്കിലും ഒരു പടപ്പിനെയോ ജിന്നിനെയോ മലക്കിനെയോ ഏതെങ്കിലും ഒരാളെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അവരിൽ തവക്കുലാക്കുകയോ അവരെന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിചാരിക്കുകയോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള അഭൗതികമായ രൂപത്തിലുള്ള ഒരു തോട്ടവും അല്ലാഹനെ വിട്ട് മറ്റൊരാളിലേക്ക് പോവുകയില്ല. അല്ലാഹയും റസൂലാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെങ്കിൽ. ഇല്ലെങ്കിൽ വീണ്ടും കയ്യിൽ ചരട് വരും, വീണ്ടും ഖബറിന്റെ മുന്നിൽ നമ്മൾ സുജൂദ് ചെയ്യും. നോക്കൂ നിങ്ങൾ, പള്ളികൾ അലങ്കരിക്കുന്നതിനേക്കാൾ വൃത്തിയിൽ, പള്ളികൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ ആവേശത്തോടുകൂടി ശിർക്കൻ കേന്ദ്രങ്ങളിൽ സുജൂദിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ ആളുകൾ പരിശ്രമിക്കുന്ന കാലത്ത് ഇല്ല, ആ ശിർക്കൻ കേന്ദ്രങ്ങളിലെ സുജൂദിന് ഞാൻ കടന്നു വരികയില്ല. എനിക്ക് ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ അള്ളയും എന്റെ അള്ളാഹുവിന്റെ റസൂലുമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ബിദ്അത്തിന് പിന്നെ സ്ഥാനം ഉണ്ടാകൂല. അള്ളയും റസൂലും പഠിപ്പിക്കാത്ത ഒന്നും അവന്റെ ജീവിതത്തിലേക്ക് അവൻ കൊണ്ടുവരികയില്ല. അവൻ പിന്നെ ലഹരിക്കടിമപ്പെട്ട് 4 കാലിൽ നടക്കുന്ന വൃത്തികെട്ട കാഴ്ച അവനിൽ നിന്ന് പിന്നെ കാണാനാവുകയില്ല. അവൻ കാണപ്പെടുന്ന രാസലഹരിയോ മറ്റേതോ ആകട്ടെ അതിനടിമപ്പെടുമോ എന്ന ഭയം അവന്റെ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ കുടുംബത്തിനോ വേണ്ടി വരികയില്ല. വ്യഭിചാരത്തിന്റെ തോന്നിവാസങ്ങളിൽ, അരുംകൊലകളുടെ കൊലക്കത്തികൾക്കു പിറകിൽ, ചൂതാട്ടത്തിൽ, ലോട്ടറിയിൽ പിന്നെ അല്ലാഹു റസൂലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞവന് സാന്നിധ്യം ഉണ്ടാവുകയില്ല. അവന്റെ മനസ്സിൽ ഒരിക്കലും ലിബറൽ ചിന്തകൾ സ്ഥാനം പിടിക്കുകയില്ല. അവനൊരിക്കലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പകർത്തി പോരാൻ പറഞ്ഞ സുന്നത്തുകളോട് അവനൊരിക്കലും എതിര് നിൽക്കുകയില്ല. അവനൊരിക്കലും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെയോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹീഹായ ഹദീസുകളെയോ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണത്തെയോ പുച്ഛിക്കാൻ അവൻ തയ്യാറാവുകയില്ല. അവന്റെ ഈദാഘോഷമാകട്ടെ, അവന്റെ റമദാനാകട്ടെ, അവന്റെ വീട്ടിലെ വിവാഹമാകട്ടെ, സൽക്കാരമാകട്ടെ, അതിര് ലംഘിക്കുന്ന വൃത്തികേടിന്റെ ആഘോഷങ്ങൾ അവനിൽ ഉണ്ടാവുകയില്ല. അവന്റെ ഭക്ഷണത്തിൽ, അവന്റെ വസ്ത്രത്തിൽ, അവന്റെ തലമുടി കട്ട് ചെയ്യുന്നതിൽ, അവന്റെ ശരീരത്തിൽ ഒരിക്കലും അവനെ ദീനിനെതിരെ നിൽക്കുകയില്ല. കാരണം അവനെല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടത് അള്ളാഹുവും റസൂലുമാണ്. ആ അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്നതിൽ നിന്ന് അവൻ പിറകോട്ട് പോകൂല. QHLS ക്ലാസുകളിൽ, CRE ക്ലാസുകളിൽ, ജുമുഅ ഖുതുബകളിൽ, വിജ്ഞാനവേദികളിൽ അവന്റെ സാന്നിധ്യം കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. അവൻ ദീനിയായ കാര്യങ്ങൾ പകർത്തി ജീവിക്കുന്നതിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോകൂല. അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യുന്നിടത്ത് അവന് ഇടമില്ലാതിരിക്കുകയില്ല. അള്ളാന്റെ ദീന് ആളുകൾ ഛിന്ന ഭിന്നമാക്കുന്ന കാലത്ത് ആ ദീനിന് വേണ്ടി സംസാരിക്കാൻ, എഴുന്നേറ്റു നിൽക്കാൻ അവന് മടിയുണ്ടാവുകയില്ല. അല്ലാഹു റസൂലാണ് അവൻ ഏറ്റവും പ്രിയപ്പെട്ടതെങ്കിൽ. രണ്ടാമത് പറഞ്ഞതെന്താ? ലോകത്ത് അവൻ ആരെയും സ്നേഹിക്കുന്നില്ല ഇല്ലാ ലില്ലാഹ്, അല്ലാഹുക്ക് വേണ്ടിയല്ലാതെ. സഹോദരങ്ങളെ, പുതിയ കാലത്ത് നെഞ്ചിൽ കൊത്തിവെക്കേണ്ട വാചകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രഖ്യാപിച്ചത്. നമ്മളൊന്ന് അല്ലാഹുക്ക് വേണ്ടി ഉമ്മയെ സ്നേഹിച്ചു നോക്കൂ. അല്ലാഹുക്ക് വേണ്ടി ഉമ്മയെ സ്നേഹിച്ച ഒരു മകനും ഉമ്മാന്റെ കഴുത്തിൽ കത്തിവെക്കൂല, ബാപ്പാന്റെ തലക്കടിക്കൂല. അല്ലാഹുക്ക് വേണ്ടി മക്കളെ സ്നേഹിച്ച ഒരു ഉമ്മയും കാമുകന് വേണ്ടി, ഇന്നലെ കണ്ട ഏതോ ഒരു പുരുഷന്റെ കൂടെയുള്ള ആസ്വാദനത്തിന് വേണ്ടി ആറ്റുകളിലും കുളങ്ങളിലും കടലുകളിലും സ്വന്തം പൊന്നോമനകളെ, പിഞ്ചോമന മക്കളെ കൊണ്ട് വലിച്ചെറിയുകയില്ല. അല്ലാഹുക്ക് വേണ്ടി ഭർത്താവിനെ സ്നേഹിച്ച ഒരു പെണ്ണും ആ ഭർത്താവിനോട് വഞ്ചന കാണിക്കുകയില്ല. അല്ലാഹുക്ക് വേണ്ടി ഭാര്യയെ സ്നേഹിച്ച ഒരു ഭർത്താവും സ്വന്തം പ്രിയതമയെ വഞ്ചിച്ച് മറ്റൊരു ബന്ധത്തിന്റെ പിറകെ പോവുകയില്ല. അല്ലാഹുക്ക് വേണ്ടിയാണ് കൂട്ടുകാർ പരസ്പരം സ്നേഹിച്ചതെങ്കിൽ
ചോറ്റുപാത്രങ്ങളിൽ ഒന്നിച്ച് കൈകിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന നമ്മുടെ പഴമ ഒരിക്കലും മറക്കുകയില്ല. ആയുധമേന്തി വിദ്യാലയങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികൾ സൃഷ്ടിക്കപ്പെടുകയില്ല എപ്പോ അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചാൽ. അതുകൊണ്ട് ഈമാനിന്റെ മധുരം ഒരു മാസക്കാലം നാം കൊണ്ടു നടന്ന ഈമാനിന്റെ ആ മധുരം ഹൃദയത്തിന്റെ അകത്ത് നിലനിൽക്കണമെങ്കിൽ ലോകത്തെല്ലാവരെയും അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക എന്ന സൽഗുണം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. മൂന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നല്ലൊരു ജീവിത സാഹചര്യം കിട്ടിയിട്ട് തിന്മയിലേക്ക് മടങ്ങുക എന്നുള്ളത് ഒരിക്കലും അവൻ ഇഷ്ടപ്പെടുകയില്ല. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര സുന്ദരമായിരുന്നു ഒരു മാസത്തെ നമ്മുടെ ജീവിതം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദുകൾ അധികരിപ്പിച്ചൊരു കാലം. അൽഹംദുലില്ലാ, എത്രയെത്ര സ്ഥാപനങ്ങളെ, സംവിധാനങ്ങളെ, ദീനീ കാര്യങ്ങളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ചത്. എത്ര ആളുകളോടാണ് ഇങ്ങോട്ട് വന്ന് മറന്നുപോയതാണ് ആ സ്വതക്ക ഞാൻ തരാൻ എന്ന് പറഞ്ഞ് എത്ര സന്തോഷത്തിലാണ് നമ്മുടെ പണം നമ്മൾ നൽകിയത്. എത്ര വൃത്തിയുണ്ടായിരുന്നു ജീവിതത്തിന്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ തിന്മകൾ അവർ സ്വമേധയാ പിൻവലിച്ചത് കൊണ്ടല്ല നമ്മൾ അങ്ങോട്ട് പോകാതിരുന്നത്. ആ തിന്മകൾ എന്റെ മനസ്സിനെ വൃത്തികേടാക്കുന്നുണ്ടോ എന്ന തിരിച്ചറിവാണ് അവിടെ നിന്ന് തിരികെ നടക്കാൻ നമ്മൾക്ക് കരുത്തു പകർന്നത്. സഹോദരങ്ങൾ, ഈ ഒരു നല്ല ജീവിതം നയിച്ചിട്ട് ഇനി അതിലേക്ക് തിരിച്ചു പോവുക എന്നത് വെറുപ്പുണ്ടാകണം നമുക്ക്. നരകത്തിലെറിയപ്പെടുന്നത്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, എത്രത്തോളം നമ്മൾ വെറുക്കുന്നോ അതേ വെറുപ്പ് തിന്മയിലേക്ക് മടങ്ങുന്ന കാര്യത്തിൽ നമ്മുടെ മനസ്സകത്ത് കൊണ്ടു നടക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ ഒരു മാസം ജീവിച്ച ജീവിതം കൊണ്ട് പടച്ചോനിലേക്ക് അങ്ങോട്ട് അടുക്കാൻ നമുക്ക് പറ്റിയാൽ, നിസ്കാരം ഒഴിവാക്കാതെ, ഒരൊറ്റ ജമാഅത്തും അകാരണമായി ഒഴിവാക്കാതെ രാത്രി നമസ്കാരം. സഹോദരങ്ങളെ, സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കി, ഇന്നലത്തെ രാത്രി നമുക്ക് നിസ്കാരം കിട്ടിയോ? 30 അല്ലെങ്കിൽ 29 രാത്രികൾ 11 പൂർത്തീകരിച്ച് നിസ്കരിച്ചവർ മാത്രവുമല്ല, ഇഅ്തികാഫിനെ പ്രതീക്ഷിച്ച് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വീണ്ടും ഒളിവെടുത്ത് യഥേഷ്ടം നിസ്കാരത്തിൽ ഏർപ്പെട്ടവർ, വീണ്ടും വീണ്ടും സുജൂദിൽ കടന്ന് പ്രാർത്ഥിച്ചവർ. പടച്ച റബ്ബ് ശവ്വാലിന്റെ പൊന്നമ്പിളിയെ കാണിച്ചു തന്ന ഇന്നലത്തെ ഒന്നാമത്തെ രാത്രിയിൽ ആ രാത്രി നമസ്കാരം കൊണ്ട് ഭാഗ്യവാന്മാരാകാൻ നമുക്ക് സാധിച്ചോ? സഹോദരങ്ങളെ, ഇന്ന് പെരുന്നാൾ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടുത്ത നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. 6 ദിവസത്തെ നോമ്പ്. ശവ്വാലിൽ നിന്ന് 6 ദിവസം ഒരാൾ നോമ്പെടുത്താൽ ഈ റമദാനും കൂടി ചേർത്ത് ഒരു കൊല്ലം നോമ്പെടുത്ത പ്രതിഫലം അവന് ലഭിക്കുമെന്ന് പറഞ്ഞ ആ നോമ്പെടുക്കാൻ നാം ശീലിച്ചു വന്ന ഈ നന്മകൾ തുടരാൻ വിശുദ്ധ ഖുർആൻ ഒരാവർത്തിയല്ല, 1, 2, 3, 4 തവണകൾ വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം ആത്മാർത്ഥമായി ആവേശത്തോടു കൂടി ഓതി തീർത്തവർ ഈ സദസ്സിലില്ലേ? ഈ മറക്കപ്പുറത്തെ സഹോദരിമാർക്കിടയിലില്ലേ? ആവേശത്തോടുകൂടി ഭാര്യയും ഭർത്താവും സന്തോഷം പങ്കുവെച്ചിട്ടില്ലേ? അൽഹംദുലില്ലാ, എന്റേത് 2ാമത്തേത് പൂർത്തിയായി. നിങ്ങൾ എവിടെ എത്തി? ഇതാ ഞാന് സൂറത്തുൽ കഹ്ഫ് കഴിഞ്ഞു, പകുതി പിന്നിട്ടു എന്നൊക്കെ പരസ്പരം നമ്മൾ ചർച്ച ചെയ്ത സന്തോഷത്തിന്റെ ഒരു കാലമില്ലേ? ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു മാസത്തെ ജീവിതം, ആ നന്മയുള്ള ജീവിതം തുടരാൻ നമ്മൾ തയ്യാറായാൽ ഈമാനിന്റെ മധുരം നമുക്കുണ്ടാകും. ആ നന്മ കൊണ്ട് റബ്ബിലേക്ക് അങ്ങോട്ട് അടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ സഹോദരങ്ങളെ, നമ്മൾ അങ്ങോട്ട് അടുക്കുന്നതിനേക്കാൾ വേഗതയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഇങ്ങോട്ട് അടുത്തു വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഒരു ചാൺ നിങ്ങൾ റബ്ബിലേക്ക് അങ്ങോട്ട് ചെന്നാൽ അല്ലാഹു പറയുന്നു, ഒരു മുഴം ഞാൻ അടിമയിലേക്ക് ഇങ്ങോട്ട് വരും. ഒരു മുഴം റബ്ബിലേക്ക് നിങ്ങൾ അങ്ങോട്ടെടുത്താൽ ഒരു മാറ് ഞാൻ എന്റെ അടിമയിലേക്ക് അങ്ങോട്ടെടുക്കും. എന്നിട്ട് വല്ലാത്തൊരു വാക്ക് അല്ലാഹു പറയുന്നുണ്ട്, നടന്നാണ് എന്റെ അടിമ എന്റെ അടുത്തേക്ക് വരുന്നതെങ്കിൽ ഓടി ഞാൻ ചെല്ലും എന്റെ അടിമയുടെ അടുത്തേക്ക്. നിസ്കാരം കൊണ്ട് റബ്ബിലേക്ക് അടുത്താൽ പ്രശ്നങ്ങൾ തീർത്ത് റബ്ബ് നമ്മളിലേക്ക് അടുക്കും. ഈ ഇരിക്കുന്ന മനുഷ്യർ മനസ്സിൽ എന്തെല്ലാം പ്രശ്നമുള്ളവരാണ്, അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. സഹോദരങ്ങളെ, മക്കളെ ഓർത്ത് നെടുവേർപ്പെടുന്നില്ലേ നമ്മൾ? പുതിയ കാലമാണ്. LKG പഠിക്കുന്ന മകന്റെ കാര്യത്തിൽ പോലും ബേജാറ് തോന്നുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ പരിഹാരം? പടച്ചോൻ പറഞ്ഞ പോലെ അങ്ങോട്ട് ജീവിക്കുക. എന്നിട്ട് അള്ളാഹിനോട് പറയാ, പടച്ചോനെ എന്റെ കുട്ടിയെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞാൽ നടന്നവൻ വന്നാൽ ഓടി ഞാൻ ചെല്ലും അവന്റെ അടുത്തേക്ക്. ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളില്ല നമുക്ക്, സാമ്പത്തിക പരാധീനതകളില്ല നമുക്ക്, ലോകത്തിന്റെ മാറാത്ത വേദനകളില്ല നമുക്ക്. അള്ളാഹു എല്ലാം നമുക്ക് പരിഹരിച്ചു തരുമാറാകട്ടെ. വാടക വീട്ടിൽ
എത്ര കാലമായി സ്വന്തമായൊരു വീട് സ്വപ്നം കണ്ട് ജീവിക്കുന്നു നമ്മൾ, അല്ലേ? ഇന്നലെ പോയി ഡ്രസ്സ് വാങ്ങിയ ആളുകളില്ല നമ്മുടെ കൂട്ടത്തിൽ. ഇന്നലെ പോയി ഡ്രസ്സ് വാങ്ങിയവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ച് കുട്ടികൾ ചോദിച്ചപ്പോ പോക്കറ്റ് കാലിയാണെന്നറിഞ്ഞിട്ട് വാങ്ങാം, സമയമില്ലാത്തതുകൊണ്ടാണ്, ഒഴിവില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചില്ല നമ്മൾ. നമ്മളുടെ പ്രശ്നങ്ങൾ റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയൂ. നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, സ്വതക്ക കൊണ്ട്, സക്കാത്ത് കൊണ്ട്, പാതിരാവുകളിലെ പ്രാർത്ഥന കൊണ്ട്, റവാത്തിബ് സുന്നത്തുകൾ കൊണ്ട്, ദുഹാ നമസ്കാരങ്ങൾ കൊണ്ട്, അദ്കാർ സ്വഭാവം കൊണ്ട്, മസാവ് കൊണ്ട്, അതെ റമദാനിൽ ഒരു മാസം കാണിച്ച ജീവിതത്തിന്റെ വൃത്തി കൊണ്ട് റബ്ബിലേക്ക് നിങ്ങൾ നടന്നു ചെന്നാൽ ഓടിവരും റബ്ബ് നമ്മുടെ കാര്യം പരിഹരിക്കാൻ നമ്മളുടെ അടുത്തേക്ക് എന്നാണ്. സഹോദരങ്ങളെ, ചരിത്രത്തിൽ നമുക്ക് അതിന്റെ അടയാളം കാണാം. അദ്ദാസ് എന്ന് പേരുള്ള ഒരു നല്ല മനുഷ്യൻ, നീനവക്കാരൻ യാത്ര പുറപ്പെടുകയാണ്. എന്തിനാണ് പുറപ്പെടുന്നത്? മക്കയിൽ പ്രവാചകൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ആ റസൂലിനെ കാണാൻ അദ്ദാസ് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം ത്വായിഫിലെത്തി. ഉത്ബയുടെയും ഷൈബയുടെയും തോട്ടത്തിലെ ജോലിക്കാരനായിട്ടാണ് അദ്ദേഹം എത്തിപ്പെട്ടത്. ഉത്ബയും ഷൈബയും അള്ളാന്റെ റസൂലിന്റെ ശത്രുക്കളാണ്. അള്ളാന്റെ റസൂലിനെ വകവരുത്താൻ ഒരുങ്ങി നിൽക്കുന്നവരാണ്. അവരുടെ തോട്ടത്തിലാണ് എത്തിയത്. അപ്പൊ അദ്ദാസിന് ആ ത്വായിഫ് നിന്ന് മക്കത്തേക്ക് എത്താൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് മക്കയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഇവര് വിടുന്നില്ല. ചരിത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്കി. അദ്ദാസിന് റസൂലിനെ കാണണമെന്ന ആഗ്രഹം മനസ്സിൽ വെച്ചപ്പോ കൊണ്ടുപോയി കൊടുത്തില്ലേ അള്ളാന്റെ റസൂലിനെ ത്വായിഫിലേക്ക്? അങ്ങോട്ടല്ല കൊണ്ടുപോയി കൊടുത്തില്ലേ? ത്വായിഫിലേക്ക് അഭയം തേടി ചെന്ന റസൂലിനെ അവർ ആട്ടി ഓടിച്ചു. 10 ദിവസം അവിടെ നിൽക്കാൻ എന്നെ അനുവദിക്കുമെന്ന് വെച്ച് സമ്മതിക്കാതെ ആട്ടി ഓടിച്ചു. റസൂൽ ഓടി രക്ഷപ്പെട്ട ഒരു തോട്ടത്തിൽ വന്നിരുന്നു. അദ്ദാസ് സേവനം ചെയ്യുന്ന തോട്ടത്തിൽ ഒരൽപ്പം ഈത്തപ്പഴവുമായി ചെന്ന് അദ്ദേഹത്തിന് കൊടുത്തു. ആദ്യത്തെ ഈത്തപ്പഴമെടുത്ത് ബിസ്മി ചൊല്ലി വായിലേക്ക് വെച്ചപ്പോ അദ്ദാസ് ചോദിച്ചു റസൂലിനോട്, റസൂലെ, അദ്ദാസ് ചോദിക്കാണ്, നിങ്ങൾ ആരാണ്? ഇങ്ങനെ ഒരു ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഈ ആളുകൾക്ക് ഇല്ലല്ലോ. റസൂല് പറഞ്ഞു, ഞാൻ അള്ളാന്റെ റസൂലാണ്. ആ ചരിത്രം നമ്മൾ മനസ്സിൽ കൊത്തിവെക്കൂ. റസൂലിനെ കാണണമെന്ന് ആഗ്രഹിച്ച് മക്കയിലേക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാതെ വന്നപ്പോ റസൂലിനെ ത്വായിഫിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു. റബ്ബെങ്കിൽ വൈൻ അതാനിയം ഷീ, നടന്നെന്നിലേക്ക് വന്നാൽ അതൈതുഹു ഹർവല, ഓടി ഞാൻ അങ്ങോട്ട് ചെല്ലും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നന്മയുള്ള ജീവിതം കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നന്മയുള്ള ജീവിതത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായാൽ അള്ളാഹുവിന്റെ കാവലുള്ള ഒരു ജീവിതം നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയും. ഇനി അതല്ല, ശൈത്താൻ കാണിച്ചു തരുന്ന ആ വൃത്തികേടിന് അലങ്കാരമായി ഇന്നു മുതൽ ഷഅബാൻ വരെ ഉണ്ടായിരുന്ന മറ്റൊരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനാണ് നാം കൊതിക്കുന്നതെങ്കിൽ എത്ര വരെ നമുക്ക് പോകാനാകും? അള്ളാഹ് നമുക്ക് താക്കീത് തന്നു. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ദുനിയാവിന്റെ കാര്യത്തിൽ പെരുമ നടിക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും വലുതായി തോന്നുന്നതെങ്കിൽ അതേതുവരെയാണ്? ഹത്താ സുർതുമുൽ മഖാബിർ. ജീവൻ നഷ്ടപ്പെട്ട് ശ്വാസം നിലച്ച് 3 കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കൂട്ടുകാർ അവരുടെ ചുമലിൽ എടുത്തു വെച്ച് ഈ പള്ളിക്കാട്ടിലെ ഖബറിൽ കൊണ്ടുവന്ന് വെക്കുന്ന ദിവസമില്ലേ, അന്നുവരെ മാത്രമേ നിങ്ങളുടെ ആ താൻപോരിമയുള്ളൂ, ആ ദുനിയാവിനോടുള്ള ഇമ്പമുള്ളൂ, നിങ്ങളുടെ മേന്നി പറച്ചിലുള്ളൂ. ഹത്താ സുർതുമുൽ മഖാബിർ, ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെ. സഹോദരങ്ങളെ, ഈ റമദാനിന്റെ ദിവസങ്ങളിൽ എത്ര പേരുടെ മയ്യത്താണ് നമ്മൾ നിസ്കരിച്ചത്? അതുപോലെ കൊണ്ടുപോയി വെക്കുന്നത് വരെ മാത്രമാണ് ഈ തോന്നിവാസത്തിന്റെ ജീവിതം ഉണ്ടാവുക, അല്ലെ? എത്ര ആൾ പോയി? ഞാൻ ഈ തളിപ്പറമ്പിൽ ഖുതുബ കഴിഞ്ഞ് ഞാൻ നിർവഹിച്ച എല്ലാ ഖുതുബയ്ക്ക് ശേഷവും ഞാൻ കണ്ണൂരിലേക്ക് തിരിച്ച് യാത്ര ചെയ്തത് ബഹുമാനായ നമ്മുടെ ഹുസൈൻ കെയുടെ കാറിലായിരുന്നു. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഈദിന്റെ മുസല്ലയിൽ ഇല്ല. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. എത്രയാൾ വരെ മാത്രമേ നിങ്ങൾക്ക് ഈ ജീവിതമുള്ളൂ. എന്നിട്ട് അല്ലാഹു പറയാണ്, കല്ലാ സൗഫ തഅലമൂൻ തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. കണ്ടാ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ വഴിയെ നിങ്ങൾ അറിയും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ദൃഢമായ ഒരു അറിവ് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. ലതറൗന്നൽ ജഹീം, നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ. അല്ലാഹ് പറയാണ്, നരകം വരുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടും ബോധ്യപ്പെടാത്ത മനുഷ്യരെ,
നരകമുണ്ടെന്നറിഞ്ഞിട്ടും തിന്മയോട് വിട പറയാത്തവരെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാസം അല്ല തന്നിട്ടും വീണ്ടും മൊബൈൽ സ്ക്രീനിന്റെ തോന്നിവാസങ്ങളിലേക്ക് തിരിച്ചു പോകുന്നവരെ, അശ്ലീലതകളിലേക്ക് തിരിച്ചു പോകുന്നവരെ, പൊടിയായി, പാനീയമായി, പുകയായി, രാസലഹരിയായി ലഹരിക്ക് ജീവിതത്തിൽ ഇടം കൊടുക്കുന്നവരെ, വ്യഭിചാരത്തിന് ഒരു നിലക്കുമുള്ള ഭയം കാണിക്കാതെ നൈറ്റ് ലൈഫുകളിലേക്ക് ആടിത്തിമിർക്കാൻ പോകുന്ന മനുഷ്യരെ, ഇതാ ലതറഉന്നൽ ജഹീം, നരകത്തെ നിങ്ങൾ കാണും. സുമ്മ ലതറഉന്നഹാ ഐനൽ യഖീൻ, ദൃഢമായ ഒരു കാഴ്ച നിങ്ങൾ കാണുക തന്നെ ചെയ്യും. കാണും സഹോദരങ്ങളെ ആ നരകം. അതുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് എന്താ? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, പിന്നെ നിങ്ങൾ അനുഭവിച്ച അനുഗ്രഹത്തെക്കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. ഈ ഇരിക്കുന്ന എല്ലാവരും ഒരു ഒറ്റ മിനിറ്റ് എടുത്ത് നിങ്ങളുടെ പ്രായമുള്ള, ഈ സദസ്സിലെ ഏത് പ്രായക്കാരാകട്ടെ, നിങ്ങളുടെ പ്രായത്തിൽ, അതേ പ്രായത്തിലുള്ള ഒരു ഫലസ്തീനിയെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ അതേ പ്രായമുള്ള സമപ്രായക്കാരനായ ഒരു ഫലസ്തീനിയെ കുറിച്ച് ചിന്തിക്കും മനസ്സിൽ. നമ്മൾ ഈദിന്റെ മുസല്ലയിൽ മക്കളുമൊത്ത് സന്തോഷിക്കുമ്പോൾ അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പ്രായമായവരാണോ? മക്കളില്ലാത്തതിന്റെ കഷ്ടപ്പാടിലാണവർ. ഇടിഞ്ഞുപോയ കൂമ്പാരമായി കിടക്കുന്ന വേസ്റ്റ് കൂനകളിൽ സ്വന്തം പിതാവിനെ തപ്പുകയാണ് നമ്മുടെ പ്രായമുള്ളവർ, നമ്മുടെ പൊന്നോമനയുടെ പ്രായമുള്ള മക്കൾ. ആ ഫലസ്തീനി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് ഈ ആയത്ത് ഒന്നുകൂടി ഒന്ന് ഓതി. ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ചോദിക്കൂലേ സഹോദരങ്ങളെ? അതുകൊണ്ട് ആ ചോദിക്കപ്പെടുന്ന ജീവിതത്തിന് നന്മ കൊണ്ട് ഒരുങ്ങാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ നന്മകളൊക്കെ ജീവിതത്തിൽ തുടരുക, തിന്മകളോട് വിട പറയുക. നേരത്തെ പറഞ്ഞതുപോലെ രാത്രി നമസ്കാരത്തെ, നോമ്പിന് നിസ്കാരത്തെ, എല്ലാറ്റിനെയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോവുക. മക്കളുടെ കാര്യത്തിൽ വല്ലാത്ത കാവലുണ്ടാകേണ്ട ഒരു കാലമാണ് സഹോദരങ്ങളെ. അവർക്ക് നമ്മൾ സുരക്ഷയൊരുക്കുക. ഇതാ നമ്മുടെ കുട്ടികൾ പുതിയൊരു അവധിക്കാലത്തിലേക്ക് പ്രവേശിച്ചു. അവർക്ക് ദീനിന്റെ ഒരു ചട്ടക്കൂട്, ദീനിന്റെ ഒരു രക്ഷാ കവചം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ തെറ്റിപ്പോകും സഹോദരങ്ങളെ, തെറ്റിപ്പോകും. ഇന്നലെ പോലും ഒരാൾ എന്നോട് പറഞ്ഞു, ഒരിക്കലും വിചാരിക്കാത്ത, ഒരിക്കലും ചിന്തിക്കാത്ത ഒരാൾ MDMA അടിമപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ നെഞ്ചു പൊട്ടിപ്പോയി. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. രക്ഷാകവചം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇൻഷാ അല്ലാഹ് മെയ് 11 അത്തരമൊരു രക്ഷാകവചത്തിന് നമ്മുടെ മണ്ണ് സാക്ഷിയാവുകയാണ്. കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന പേരിൽ 8 മുതൽ PG വരെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും പെരിന്തൽമണ്ണയിൽ ഒത്തുചേരുന്ന ദിവസം. നമ്മുടെ മക്കളുടെ സാന്നിധ്യം ഉണ്ടാകണം സഹോദരങ്ങളെ. ബാപ്പയാരാണ്, ഉമ്മയാരാണെന്ന് ഇനിയും നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ മറന്നാൽ അവന്റെ ആയുധത്തിന് നമ്മൾ ഇരയാകുന്ന കാലം വിദൂരമല്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മൾ നന്മയുള്ള ജീവിതം നയിക്കണം. ഇനിയും ദീന് കേൾക്കണം സഹോദരിമാരെ. ഇവിടെ പുരുഷന്മാർ സംഗമിച്ചതിനേക്കാൾ സ്ത്രീകൾ അപ്പുറത്തുണ്ട്. വിശാലമായ നമ്മുടെ പള്ളി നിങ്ങൾക്ക് കൂടിയുള്ളതാണ്. പെരുന്നാളിന്റെ ദിവസത്തിൽ അവസാനിക്കേണ്ടതല്ല. ജുമുഅകളിൽ നിർബന്ധമല്ലെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. അങ്ങനെ എല്ലാ നന്മയിലും സജീവമായി അള്ളാഹുവിനോട് നന്ദി കാണിച്ച് നമുക്ക് തിരിച്ചു നടക്കാനാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞൊരു മാസക്കാലം നമ്മൾ ചെയ്ത നന്മകളിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ സ്വതക്കകളൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അത് പറയുമ്പോൾ, തളിപ്പറമ്പിൽ നിന്നത് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട്. നമ്മളറിയാത്ത എത്ര നാടുകളെയാണ് നമ്മൾ സഹായിച്ചത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അത് ആ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ അവസാനിക്കേണ്ടതല്ല. ഇല്ല, റബ്ബെനിക്കു തന്ന നന്മ ഞാൻ അവസാനിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട സ്ഥലമാണ് ഈദിന്റെ മുസല്ല. പിരിഞ്ഞു പോകുമ്പോൾ സ്വതക്ക എന്നത്തേക്കാളും വർദ്ധിപ്പിച്ച് പിരിഞ്ഞു പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഈ നന്മയുള്ള ജീവിതത്തെ തുടരാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും പല പല റമളാനുകളെ സ്വീകരിക്കാൻ, ഇനിയും ആ റമളാനുകളൊക്കെ നന്മയിൽ കൊണ്ട് നടക്കാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കെല്ലാം പടച്ചറബ് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഒരുപാട് ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹുസൈൻ ക, അതുപോലെ തന്നെ നമ്മുടെ
ചെങ്ങളായി ഉണ്ടായിരുന്ന മുഹമ്മദ് കുഞ്ഞി സാഹിബ് അടക്കം നമ്മളിൽ പ്രിയപ്പെട്ടവരുടെ ഉമ്മമാർ, ഉപ്പമാർ, മക്കൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. പലരുടെയും മക്കളുടെ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിടങ്ങൾക്ക് വിശാലതയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കെല്ലാം ഈമാനിക മരണം നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുപോലത്തെ ഒരു ഈദ് ആഘോഷിക്കാൻ, ഇതുപോലെ ഒത്തുചേർന്ന് തക്ബീർ മൊഴികൾ ഉയർത്താൻ ആ മണ്ണിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ആ വിശുദ്ധ ഭൂമി അള്ളാഹു നമ്മിൽ തിരിച്ചേൽപ്പിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والسلام على المرسلين والحمد لله رب العالمين.